നമസ്കാരം. ലഹരിക്കെതിരെ സ്കൂളുകളിൽ സൂംബ ഡാൻസ് എന്ന സർക്കാർ നിർദ്ദേശത്തിൽ വിയോജിപ്പും പ്രതിഷേധവും രേഖപ്പെടുത്തി അധ്യാപകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറിയുമായ TK അഷ്റഫ് ഇട്ട FB പോസ്റ്റ് വിവാദമായിരിക്കുന്നു. ആൺ പെൺ കൂടിക്കലർന്ന് അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ താനോ മകനോ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നതാണ് TK അഷ്റഫിന്റെ നിലപാട്. സൂംബ വേണ്ടെന്ന നിലപാടിനോട് യോജിച്ചും വിയോജിച്ചും രക്ഷിതാക്കളും അധ്യാപകരും യുവജന സംഘടനകളും രംഗത്തെത്തിയതോടെ സോഷ്യൽ മീഡിയ ചർച്ചകൾക്ക് പുറത്തേക്ക് ഈ വിഷയം കടന്നിരിക്കുന്നു. ഫുട്ബോൾ മുതൽ MEC7 വ്യായാമ മുറിയും സ്കൂളുകളുടെ സമയക്രമത്തിലെ മാറ്റവും ഉൾപ്പെടെ വിവാദമാകുന്ന നമ്മുടെ നാട്ടിൽ സൂംബയ്ക്കെതിരായ പ്രതിഷേധം വെറും അധര വ്യായാമമായി മാറുമോ? ന്യൂസ് ഈവനിംഗ് ഈ വിഷയം ചർച്ച ചെയ്തു. പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മുടെ അതിഥികൾ ഡോക്ടർ അബ്ദുള്ള ബാസി CP, അദ്ദേഹം വിസ്ഡം സ്റ്റുഡൻറ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റാണ്. വനിതാ ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജിദ നൌഷാദ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പമുണ്ട്. KPSTയുടെ ശ്രീ K അബ്ദുൽ മജീദും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ചേരുന്നു. ഡോക്ടർ അബ്ദുള്ള ബാസി, സൂംബ എന്നത് 1990കളിൽ കൊളംബിയൻ നൃത്ത ശൈലിയുടെ ഭാഗമായി ബെറ്റോ പെരസ് രൂപകൽപ്പന ചെയ്ത ഒരു സംഗീത നൃത്ത ഒരു മ്യൂസിക്കൽ ഡാൻസ് പെർഫോമൻസ് ആണ്. അതായത് ഇതൊരു വ്യായാമ മുറ എന്ന നിലയിലാണ് അത് ലോകത്ത് പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല അതൊരു കാർഡിയോ ഫിസിയോ ഒരു ലാറ്റിനോ ഇൻസ്പയർഡ് ഡാൻസ് ആണ്. സ്വാഭാവികമായും ഇത് നമുക്ക് നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയാൻ, നമ്മുടെ കാർഡിയാക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ടാക്കാൻ ഒക്കെ സഹായിക്കുന്ന ഒരു എയറോബിക് വർക്കൗട്ട് എന്ന നിലയിലാണ് സൂംബ ഇപ്പോൾ എല്ലാ ഇടങ്ങളിലേക്കും അതിന് പ്രചാരം ലഭിക്കുന്നത്. ഈ 2012 ഒരു പഠനത്തിൽ പറയുന്നത് സൂംബ ഡാൻസ് ഏതാണ്ട് 1 മണിക്കൂർ സൂംബ നൃത്തം ചവിട്ടിക്കഴിഞ്ഞാൽ 300 മുതൽ 900 കിലോ കലോറി ശരീരത്തിൽ നിന്ന് കുറയുമെന്നാണ്, കൊഴുപ്പിൻ്റെ അംശം കുറയുമെന്നതാണ്. അപ്പോൾ ഇതൊരു വ്യായാമ മുറിയുടെ ഭാഗമായി കൂടിയുള്ളതാണ്. അതോടൊപ്പം ഇതിനകത്ത് നൃത്തവും സംഗീതവും അങ്ങനെ കലയും വ്യായാമവും കൂടി ഇഴചേർന്നുള്ള ഒന്നാണ്. സർക്കാർ ഇത് സ്കൂളുകളിൽ അവതരിപ്പിക്കുമ്പോൾ, സ്കൂളുകളിലേക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സർക്കാർ ആഗ്രഹിച്ചത് ചെറുപ്പക്കാർ പലരും ഇപ്പോൾ ഈ ലഹരിക്ക് അടിമപ്പെടുന്നതും അവരുടെ അറ്റൻഷൻ പോകുന്നതും അവരുടെ വലിയ കനത്ത മാനസിക സമ്മർദ്ദങ്ങളിലൊക്കെ കഴിയുമ്പോൾ അവർക്ക് ആശ്വാസം നൽകാൻ, അവർക്ക് റിലാക്സ് ചെയ്യാനുള്ളൊരു മെത്തേഡ് എന്ന നിലയിലാണ്. ഇതിന് ശാസ്ത്രീയതയുണ്ട്, ഇതിൽ കലയുണ്ട്, ഇതിൽ വ്യായാമ മുറയുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതിനെ എതിർക്കുന്നത്? തീർച്ചയായും നല്ലൊരു ചോദ്യമാണ്. ഞാൻ അതേപോലെ വേറൊരു ചോദ്യം, എന്തുകൊണ്ട് ഈ ഒരു വിഷയം ഇപ്പോൾ ചർച്ചയാവുന്നു എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ ബഹുമാന്യനായ ഗോപികൃഷ്ണനോട്, താങ്കളുടെ ചാനലിലെ ഓഫീസിലേക്ക് വരുന്നതിന് മുമ്പ് എല്ലാ ദിവസവും രാവിലെ ഓഫീസിലേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് നിങ്ങളൊരു കഥകളി കളിച്ച് ഓഫീസിലേക്ക് കയറിയാൽ മതി എന്ന് ഒരു നിർദ്ദേശം അധികാരികളുടെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ ഗോപികൃഷ്ണൻ എന്തായിരിക്കും ചെയ്യുക? ആദ്യമായി നേരെ അത് കേട്ട് അതുപോലെ തന്നെ ശരി കഥകളി കളിച്ച് കളയാം എന്ന് വിചാരിക്കുകയാണോ ചെയ്യുക? അതല്ല, അത് എന്തിനാണ് എന്ന് ചോദിക്കും. അപ്പോൾ അവിടെ നിന്ന് മറുപടി പറയാണ്, ഇപ്പോൾ സാലറിയുമായി ബന്ധപ്പെട്ടൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ, അത് പരിഹരിക്കാൻ വേണ്ടിയാണെന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ബഹുമാന്യനായ ഗോപികൃഷ്ണൻ തിരിച്ചു ചോദിക്കുക, അതെങ്ങനെയാണ് സാലറി പ്രശ്നം എങ്ങനെയാണ് കഥകളി കളിച്ചാൽ മാറുക എന്നൊരു ചോദ്യം ചോദിക്കൂലേ? ഇതേ ചോദ്യം തന്നെയാണ് ഞങ്ങളും ചോദിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ വലിയൊരു പ്രശ്നമായ ലഹരി എന്ന് പറയുന്ന ഒരു വിഷയം ഇവിടെ ഉണ്ട്. അത് നമ്മളെല്ലാവരും, ഗോപികൃഷ്ണനും ചാനലും അതുപോലെ തന്നെ ഇവിടെയുള്ള ഗവൺമെന്റും പ്രതിപക്ഷവും നമ്മളെല്ലാവരും ഒരുപോലെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു വിഷയമാണ് ലഹരി എന്നുള്ളത്. ആ ലഹരിക്ക് എങ്ങനെയാണ് ഒരു സൂംബ ഡാൻസ് കൊണ്ട് അത് എങ്ങനെയാണ് പരിഹാരമാവുക? നേരത്തെ കൊറോണക്ക് പാത്രമടിച്ചുകൊണ്ട് പരിഹാരം ഉണ്ടാക്കാൻ പല ആളുകളും ശ്രമിച്ചിരുന്നു. അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾ ടൂറ് പോകുമ്പോൾ ബസ്സിൽ അപകടം വരുമ്പോൾ അതിന് വൈറ്റ് കളർ അടിച്ചാൽ മതി, പെയിന്റ് അടിച്ചാൽ മതി എന്നുള്ള പരിഹാരം കൊണ്ടുവന്നു. അതുപോലെയുള്ള ഒരു പരിഹാരമായി കൊണ്ട് സൂംബ കൊണ്ടുവരുമ്പോൾ അതെങ്ങനെയാണ് പരിഹാരമാവുക? താങ്കൾ ഒരു ഏറെക്കുറെ അസംബന്ധ സ്വഭാവത്തിലുള്ള ഒരു താരതമ്യവുമായിട്ടാണ് ഈ വിഷയത്തെ സമീപിച്ചത്. ഞാൻ പറയാം ഡോക്ടർ അബ്ദുള്ള ബാസി, ഒരു സെക്കൻഡ് ഞാൻ പറയാം ഒരു സെക്കൻഡ് താങ്കൾ പറഞ്ഞോളൂ. താങ്കൾ ഒരു ഭാഗം പറഞ്ഞല്ലോ, അതിന്റെ ഒരു കാര്യം ഒന്ന് വിശദീകരിച്ച് താങ്കൾ വിശദീകരിച്ചോളൂ. അതായത് ലോകത്ത് ഈ ജോലിയുമായി ബന്ധപ്പെട്ട ഡോക്ടർ അബ്ദുള്ള ബാസി ഒരു സെക്കൻഡ് താങ്കൾ 24ലേക്ക് വരുമ്പോൾ കഥകളി കളിച്ച് വരുന്നതും ഈ സൂംബ നൃത്തവുമായി താങ്കൾ താരതമ്യം ചെയ്ത ഭാഗത്ത് തന്നെ എനിക്ക് വിയോജിപ്പുണ്ട്. അതൊന്ന് ഞാൻ പറഞ്ഞോട്ടെ. അല്ല, എന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഞാനൊരു മറുപടി പറയട്ടെ. അത് വിശദീകരിച്ചോളൂ. ഒരു മിനിറ്റ്. ലോകത്തെ എല്ലായിടത്തും ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾ കുറയ്ക്കുന്നതിനും
തൊഴിലിലെ പുതിയ ശൈലികൾ വന്നതിൻ്റെ ഭാഗമായിട്ടും മനുഷ്യനുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ സമ്മർദ്ദങ്ങൾ അതിജീവിക്കാൻ ജിമ്മുകളുണ്ട്, യോഗാ മുറകളുണ്ട്, വ്യായാമ മുറകളുണ്ട്, പാട്ട് കേട്ടുകൊണ്ട് ജോലി ചെയ്യാനുള്ള സംവിധാനമുണ്ട്. കുട്ടികൾക്ക് തൊട്ടടുത്ത് ചെറിയ കുട്ടികളെ കൊണ്ടുവരുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ അവർക്ക് അതിനോട് ചേർന്ന് ആ കിഡ്സിനെ അവർക്ക് സംരക്ഷണം കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. ലോകത്ത് പലതരത്തിലുള്ള ജോലികൾക്ക് പല സ്വഭാവത്തിലേക്ക് നമ്മുടെ ജീവിതശൈലികൾ മാറുമ്പോൾ അതിനെ മറികടക്കാൻ ശാസ്ത്രീയമായതും സ്വീകരിക്കപ്പെട്ടതും പിന്തുടരുന്നതുമായ മാർഗങ്ങളുണ്ട്. താങ്കൾ ഈ പറഞ്ഞതൊന്നുമല്ലല്ലോ കാരണമായി പറഞ്ഞത്. അല്പവസ്ത്രം ധരിച്ച ആണും പെണ്ണും ഒരുമിച്ച് നൃത്തം ചെയ്യുന്ന സംസ്കാരത്തിനൊപ്പം ഉണ്ടാകില്ല എന്നാണല്ലോ കാരണം പറഞ്ഞത്. അല്ലാതെ കഥകളി കളിച്ചിട്ട് കയറുന്നതിന്റെ സാലറിയുമായി ബന്ധപ്പെട്ട യുക്തി അല്ലല്ലോ നിങ്ങൾ ഇതിനെ എതിർക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ അബ്ദുള്ള ബാസി. ഞാൻ പറഞ്ഞോട്ടെ ശരി. ഇവിടെ ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇടപെട്ടതുകൊണ്ടാണ് അത് മനസ്സിലാവാതെ പോയത്. എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു വിഷയമുണ്ട്, ലഹരി എന്നുള്ളതാണ് വിഷയം. പ്രത്യേകിച്ചും കൗമാരക്കാർക്കിടയിൽ, സ്കൂൾ കുട്ടികൾക്കിടയിൽ ലഹരി എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. ആ ലഹരി എന്തുകൊണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ ആഴത്തിലുള്ള പഠനമാണ് ആവശ്യം. അതിൽ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ മുതിർന്നവരുടെ ലഹരി പോലെയല്ല കുട്ടികളുടെ ലഹരിയെ കാണേണ്ടത്. മുതിർന്നവർക്ക് പലപ്പോഴും എന്തുകൊണ്ടാണ് ആളുകൾ കള്ളുകുടിയന്മാരാകുന്നത്, എന്തുകൊണ്ടാണ് ലഹരി ഉപയോഗിക്കുന്നത്, അത് പലപ്പോഴും ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ഫാമിലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ട്രെസ് റിലീഫ് എന്നുള്ളതാണ് മുതിർന്നവരുടെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ കുട്ടികൾക്ക് അത് പലപ്പോഴും പ്ലഷർ സീക്കിംഗ് കൊണ്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, ലഹരി ഉപയോഗിക്കുന്നത്. പ്ലഷർ സീക്കിംഗ് ആണ് പ്രശ്നം. അതായത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, ഡോപ്പമിൻ കിട്ടുക, അതിലൂടെയാണ് ഇതിന്റെ ഒരു അഡിക്ഷനിലേക്ക് പോകുന്നത്. അപ്പൊ പ്ലഷർ സീക്കിംഗ് കാരണം ഉണ്ടാകുന്ന ഈ ലഹരി ഉപയോഗം, പ്രത്യേകിച്ച് കുട്ടികളിൽ ഉണ്ടാകുന്ന ലഹരി ഉപയോഗം ഒരിക്കലും തന്നെ ഒരു ഡാൻസ് കളിച്ചത് കൊണ്ട് ഇല്ലാതാവില്ല. ഇനി ഞാൻ പൂർത്തിയാക്കട്ടെ. അതിന്റെ ഇടയിൽ ഇടപെടുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാൻ എന്റെ പോയിന്റുകളൊന്നും പൂർത്തിയാക്കിയാൽ മാത്രമേ ഇത് ഇനി ശരിയാണ്, ഒരു മാനസികമായ ഉല്ലാസം അല്ലെങ്കിൽ ഒരു ശാരീരികമായ വ്യായാമം എന്നുള്ളതിനൊന്നും ആരും എതിർക്കുന്നില്ല. അവിടെയാണ് ഞങ്ങൾ പറയുന്നത്, ഇവിടെ വ്യായാമം വേണം. നിങ്ങൾ കായികപരമായിട്ടുള്ള വ്യായാമത്തിനുള്ള പീരീഡുകളും അതിനു വേണ്ടിയുള്ള ടീച്ചർമാരെ നിശ്ചയിക്കുന്നിടത്തൊക്കെ ഗവൺമെന്റ് അമ്പേ പരാജയമാണ്. 500 കുട്ടികളുണ്ടെങ്കിൽ മാത്രമേ ഒരു PT സാറിനെ ഉണ്ടാക്കാൻ നിയമിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഗവൺമെന്റ് പറയുന്നത്. അപ്പോൾ ആ സ്ഥലങ്ങളിൽ കൃത്യമായ കായിക അഭ്യാസങ്ങളോ അല്ലെങ്കിൽ അവിടേക്കുള്ള അധ്യാപകരെ നിയമിക്കുന്നിടത്തൊക്കെ അമ്പേ പരാജയമായിട്ടുള്ള ഒരു സർക്കാർ അതിനു പകരം ഇങ്ങനെയുള്ള കുറച്ച് തൊലിപ്പുറത്തുള്ള പരിഹാരങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ അവിടെ ചോദിക്കും, എന്തുകൊണ്ട് സൂംബ ഡാൻസ് മാത്രം? താങ്കൾ തന്നെ ഇവിടെ പറഞ്ഞല്ലോ, വ്യായാമം നല്ലതാണ്, വ്യായാമം നമുക്കാക്കാം. വ്യായാമമാകട്ടെ, അതിനുള്ള കായിക അധ്യാപകരെ നിങ്ങൾ നിശ്ചയിക്കൂ. അതുപോലെ തന്നെ അതിനുള്ള മറ്റു പരിഹാരങ്ങൾ നിശ്ചയിക്കൂ. ഈ ലഹരി എന്തുകൊണ്ട് കൂടുതലായിട്ട് പോകുന്നു? അവിടെയാണ് നമ്മൾ ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും കുട്ടികളുടെ ലോകവീക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും സെലിബ്രേഷൻ കൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ ആഴത്തിലുള്ള ഒരു വിഷയമാണിത്. അത്രയും ആഴത്തിലുള്ള ഒരു വിഷയത്തിന് നിങ്ങൾ ഡാൻസ് കളിച്ച് കണ്ട് അതിന് പരിഹാരമാക്കിക്കോളൂ എന്ന് പറയുമ്പോൾ അതാവോ? അത് ശരിയാണോ? അത് പരിഹാരമാണോ? ഏതുപോലെ നിങ്ങൾ 24ലേക്ക് വരുമ്പോൾ കഥകളി കളിച്ചോളൂ എന്ന് പറയുന്നത് പോലെ തിരിച്ചു ചോദ്യം വരും. ആ ചോദ്യം ചോദിക്കുമ്പോൾ ഞാനൊരു കാര്യം താങ്കളോട് പറയട്ടെ. സൂംബ കളിച്ചത് കൊണ്ട് എന്താണ് കുഴപ്പമുണ്ടാകാൻ പോകുന്നത്? ഓക്കെ, സൂംബ കളി തീർച്ചയായും നല്ലൊരു ചോദ്യമാണ്. എന്താണ് സൂംബ കളിച്ചാലുള്ള കുഴപ്പം? ഓക്കെ, സൂംബ എന്തുകൊണ്ട് സൂംബ മാത്രം? അത് താങ്കൾ പറയും. ഒരുപാട് അത് സർക്കാരിന്റെ തീരുമാനമാണ്. സൂംബ ഡാൻസ് ആണ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ് സൂംബ കളിച്ചാൽ കുഴപ്പം? മറ്റു ഡാൻസുകൾ പോട്ടെ, സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം? എന്തുകൊണ്ട് ചർച്ചയുണ്ടായില്ല? എന്തുകൊണ്ട് സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം? എന്റെ ചോദ്യത്തിന് മറുപടി, സൂംബ കളിച്ചാൽ എന്താണ്? സൂംബ മാത്രം അത് പോട്ടെ, സൂംബ കളിച്ചാൽ എന്താണ്? സൂംബ മാത്രമാണെന്നുള്ളല്ലോ നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ സൂംബ കളിക്കില്ല എന്നാണ് പ്രശ്നം. സൂംബ മാത്രമാണോ എന്നുള്ളതല്ല നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ സൂംബ കളിക്കില്ല എന്നുള്ളതാണ്. സൂംബ കളിച്ചാൽ എന്താണ് പ്രശ്നം? മറുപടി. പിന്നെ താങ്കൾ പറഞ്ഞു, ഒരു മിനിറ്റ്, പിന്നെ താങ്കൾ പറഞ്ഞത് പ്ലഷർ സീക്കിങ്ങിന് വേണ്ടിയിട്ടാണ് കുട്ടികൾ പോകുന്നത്. ഏത് ആധികാരിക പഠനമാണ് പറഞ്ഞിട്ടുള്ളത് പ്ലഷർ സീക്കിങ്ങിന്റെ ഭാഗമായിട്ട് മാത്രമാണ് കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നതെന്ന്? അങ്ങനെ പറഞ്ഞിട്ടുള്ള ആധികാരിക പഠനം ഏതാണ്? എന്തിനാണ് താങ്കൾ സൂംബയെ മാത്രം എതിർക്കുന്നത്? എന്തിനാണ് സൂംബയെ മാത്രം എതിർക്കുന്നത്? രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന് എന്തുകൊണ്ട് സൂംബ കളിച്ചുകൂടാ എന്നുള്ളതാണ്. ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, ഇത് മാവോയുടെ കാലത്തുള്ള ചൈനയിലൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഗവൺമെന്റ് ഒരു കാര്യം നിശ്ചയിക്കും, ഗവൺമെന്റ് എന്ത് ചെയ്തു, നിങ്ങൾ നിർബന്ധമായിട്ടും ഷോർട്സ് ധരിച്ച് നടക്കണം. അങ്ങനെ ഒരു ഇമ്പോസ്ഡ് കൾച്ചറൽ ഫാസിസം അത് മാവോയുടെ കാലത്തുള്ള ചൈനയിലും അതുപോലുള്ള ഫാസിസ്റ്റ് കൾച്ചറൽ ഫാസിസത്തിലൊക്കെ നടക്കും. ജനാധിപത്യമാണ് ഇവിടെ എന്ത് കാര്യം നടപ്പിലാക്കുമ്പോഴും ചർച്ചകൾ വേണം. അതിനോട് വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അത് പരിഗണിച്ചുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. പറയട്ടെ, അത് പൂർത്തിയാകട്ടെ. ഇത് സർക്കാരിന്റെ നിർബന്ധിത പരിപാടി, അതിനോടുള്ള ജനാധിപത്യ
പരമായ പിന്നെ നിങ്ങളുടെ വിയോജിപ്പ് അതൊന്നല്ല പ്രശ്നം. സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം? അല്ല, അതൊക്കെ സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം? സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം? ഡോക്ടർ അബ്ദുള്ള അബ്ബാസി അതിന് മറുപടി പറഞ്ഞില്ല. സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം? സൂംബ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ അമേരിക്കൻ പോപ്പ് കൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഒരു രൂപമാണ്. പിന്നെ ഏതൊരു കാര്യത്തിന് ഇപ്പോ യോഗ എന്ന് പറയുന്നത് ഒരു വളരെ ബ്ലാങ്കിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു കാര്യം, എല്ലാത്തിനും അതിൻ്റെതായ ഒരു കൾച്ചറൽ എലമെന്റുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ സൂംബ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു പാട്ടിട്ട് എന്തെങ്കിലും തുള്ളി കളിക്കുക എന്നുള്ളതല്ല, അതിന് അതിൻ്റെതായ കൾച്ചറൽ എലമെന്റുകൾ ഉണ്ടാവും. അതിനിപ്പോ ഇവിടെ യോഗ പറഞ്ഞു, യോഗയോട് വിയോജിക്കുന്ന ഒരുപാട് ആളുകളില്ലേ? യോഗ സ്കൂളുകളിലേക്ക് അടിച്ചേൽപ്പിക്കരുത് എന്ന് പറയുന്ന യുക്തിവാദികൾ പോലും ഉണ്ട്, മതമില്ലാത്തവർ പോലും ഉണ്ട്. അതുപോലെ സൂംബ എന്നുള്ളതിന്റെ അതിന്റെ കൾച്ചറൽ എലമെന്റുകളോട് യോജിക്കാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരിക്കെ ജനാധിപത്യ രാഷ്ട്രത്തിൽ സൂംബയുടെ ഏത് കൾച്ചറൽ എലമെന്റിനോടാണ് നിങ്ങൾക്ക് വിയോജിപ്പ്? ജൂംബ കൊണ്ടുവരുന്ന ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ഒരു സെലിബ്രേഷൻ കൾച്ചറാണ്. അതായത് നമുക്ക് വളരെ ചെറിയ ചില പ്ലഷർ നേടുന്നതിലൂടെ, ഈ ഡോപ്പമിൻ റഷുകളിലൂടെ, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനിലൂടെ നമുക്ക് അങ്ങനെ ജീവിച്ചു പോകാം. അങ്ങനെ ഒരു എൻജോയ്മെന്റ് കൾച്ചറിനെയാണ് സൂംബ പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ഇപ്പൊ മതവിശ്വാസികളാകട്ടെ അല്ലാത്തവരാകട്ടെ കുറച്ചും കൂടി ഒരു ലോങ് ടേം പ്ലഷർ സീക്കിംഗ് അല്ലെങ്കിൽ ലോങ് ടേം ഹാപ്പിനെസ് സീക്കിങ്ങിനെ വിശ്വസിക്കുന്ന അത്തരം ഒരു ലോക വീക്ഷണത്തെ വിശ്വസിക്കുന്ന ആളുകൾ ഡോക്ടർ അബ്ദുള്ള അബ്ബാസി, അതൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ഭാഗമാണ്. അത് സംഗീതവും നൃത്തവും ഇടകലർത്തിയിട്ടുള്ള ഒരു വ്യായാമത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതിലെ സാംസ്കാരിക ഘടകങ്ങളുണ്ട്. ഞാൻ താങ്കളോട് അക്കാര്യത്തിൽ എനിക്ക് വിയോജിപ്പില്ല, അങ്ങനെ ഉണ്ട്. കാരണം അത് ഇവിടെ ഉണ്ടായതല്ല, അത് പുറത്തുനിന്ന് വന്നതാണ്. അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷേ സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് താങ്കൾ ഇപ്പോഴും പറഞ്ഞില്ല. അതിന് വൈദ്യശാസ്ത്രപരമായി അതിൽ തെളിയിക്കപ്പെട്ടുള്ള അതിലെ പഠനങ്ങൾ തെളിയിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പിന്റെ അംശം കുറയ്ക്കാൻ, നിങ്ങൾക്ക് ഹൃദ്രോഗ സംബന്ധമായതോ അല്ലെങ്കിൽ രക്തസമ്മർദ്ദമായി അത്തരം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കുറയ്ക്കാൻ, നിങ്ങൾക്ക് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായകരമായ നൃത്ത സംഗീതവും ഇടകലർത്തിയുള്ള ഒരു വ്യായാമ മുറ എന്ന നിലയിൽ അത് പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. അതിലെ പരീക്ഷണങ്ങളിലൂടെ അതിലെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എൻ്റെ ചോദ്യം, അങ്ങനെ സൂംബ കളിക്കുന്നത് കൊണ്ട് എന്താണ് ഇവിടെ ഇല്ലാതാകുന്നത്? എന്താണ് ഇവിടെ നഷ്ടപ്പെടുന്നത്? അതാണ് ഞാൻ പറഞ്ഞത് ഇതിന് കൾച്ചറൽ എലമെന്റുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ കൾച്ചറൽ എലമെന്റുകളോട് വിയോജിക്കുന്ന ആളുകൾക്ക് അതിന് വിട്ടു നിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനോട് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ജനാധിപത്യപരമായിട്ടുള്ള അവകാശമാണ്. പിന്നെ നേരത്തെ താങ്കൾ ചോദിച്ചു, അല്ല പക്ഷെ അതിൽ ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു മിനിറ്റ്, ആൺ പെൺ കൂടിക്കലർന്ന് അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം എന്നാണ്. ആൺ പെൺ കൂടിക്കലർന്ന് അപ്പൊ അതാണോ നിങ്ങളുടെ പ്രശ്നം? ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നുള്ള ഒരു നൃത്ത സംഗീത വ്യായാമ മുറ എന്നതാണോ നിങ്ങളുടെ പ്രശ്നം? അതോ അല്പവസ്ത്രം എന്നുള്ളതാണോ നിങ്ങളുടെ പ്രശ്നം? ഏത് സാംസ്കാരിക ഘടകത്തോടാണ് നിങ്ങൾക്ക് വിയോജിപ്പ്? ഇവിടെ പറഞ്ഞല്ലോ, വസ്ത്രത്തിന്റെ വിഷയം പറഞ്ഞു, വസ്ത്രവും ഇടകലരും അതെല്ലാം വിഷയം തന്നെയാണ്. അത് മാത്രമല്ല വിഷയം, നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞ കോർ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ അല്ല എന്നുള്ളതാണ്. സൊല്യൂഷൻ ആണെങ്കിലല്ലേ, നിങ്ങൾ പറഞ്ഞല്ലോ കഥകളി കളിക്കുന്നതിനെ കുറിച്ച് നമുക്ക് അസംബന്ധം എന്ന് പറയും, അതേപോലെ കഥകളി കളിക്കുന്നതിനെ കുറിച്ചല്ല അസംബന്ധം എന്ന് പറഞ്ഞത്. താങ്കളുടെ കമ്പാരിസൺ ആണ് അസംബന്ധം എന്ന് പറഞ്ഞത്. കഥകളി കളിക്കുന്നതിനെ കുറിച്ചല്ല അസംബന്ധം എന്ന് പറഞ്ഞത്. താങ്കൾ അതിനെ താരതമ്യം ചെയ്ത രീതിയാണ് അസംബന്ധം. താങ്കളുടെ സമീപനത്തിലാണ് ഞാൻ അസംബന്ധം എന്ന് പറഞ്ഞത്. നമ്പർ 1. നമ്പർ ടു ഒരു മിനിറ്റ് ലഹരിക്കെതിരായിട്ടുള്ള ഏറ്റവും ശാശ്വതമായ പരിഹാരം എന്ന നിലയിലല്ല സർക്കാർ ഈ പദ്ധതി കൊണ്ടുവരുന്നത്. ലഹരിക്കെതിരെ നടത്തുന്ന പല വിധത്തിലുള്ള നീക്കങ്ങളുടെ ഭാഗമായി കുട്ടികളിൽ മാനസികോല്ലാസം ഉണ്ടാക്കാൻ, പഠനങ്ങളുടെ നിന്നും മറ്റ് കുടുംബപരമായ പ്രശ്നങ്ങളിലും അവർ അനുഭവിക്കുന്ന സമ്മർദ്ദമുണ്ടെങ്കിൽ, മാനസികമോ ശാരീരികവുമായ സമ്മർദ്ദമുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള ഒരു ലൈറ്റർ വേയിലുള്ള പരിഹാരം എന്ന നിലയിലാണ്, പരിഹാരങ്ങളിൽ ഒന്ന് എന്ന നിലയിലാണ്. അല്ലാതെ ഈ സൂംബ കളിച്ചവരൊക്കെ ലഹരി വിമുക്തരാകും എന്ന് പറഞ്ഞിട്ടല്ല സർക്കാർ ഈ സംവിധാനത്തിൽ ഈ ഒരു പദ്ധതിയെ കൊണ്ടുവരുന്നത്. പക്ഷെ നിങ്ങൾ എതിർക്കുന്നത് മറ്റു പല കാരണങ്ങളും പറഞ്ഞാണ്. അത് അവിടെയാണ് ഞാൻ പറഞ്ഞത്. ആ പരിഹാരം ഏതെങ്കിലും രൂപത്തിൽ ആവണം എന്ന് മാത്രമല്ല, അതിന്റെ കൾച്ചറൽ എലമെന്റുകളോട് വിയോജിക്കുന്ന ആളുകൾക്ക്, നേരത്തെ പറഞ്ഞു വസ്ത്രം പറഞ്ഞു, അതുപോലെ തന്നെ അതിന്റെ മ്യൂസിക് പറഞ്ഞു, അതുപോലെ തന്നെ ഇടകലർ പറഞ്ഞു, ഇതിനോടൊക്കെ വിയോജിക്കാം. ഇതൊക്കെ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇതിനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ട്. നിങ്ങൾക്ക് അതിനോട് യോജിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണല്ലോ ഇപ്പോൾ താങ്കൾ ഇരുത്തി വെച്ച് ഈ ചർച്ച നമ്മൾ ചെയ്യുന്നത്. അതെ ഞങ്ങളത് പറയും. അത് പറയുമ്പോഴേക്ക് അത് തീവ്രവാദമാണെന്ന് ആരും പറയും. അത് ഡിവൈഎഫ്ഐയുടെ നേതാവൊക്കെ അത് പറഞ്ഞതെങ്കിൽ അതൊക്കെ ഞങ്ങൾ പറയുക തന്നെ ചെയ്യും. അത് ഏത് ചാപ്പെട്ടാലും ശരി അത് പറയുക തന്നെ ചെയ്യും. പക്ഷെ ഇവിടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ കോർ പ്രോബ്ലത്തിനുള്ള പരിഹാരമാവുന്നേ ഇല്ല. എൻജോയ്മെന്റ് അല്ലെങ്കിൽ പ്ലഷർ സീക്കിംഗ് ആണ് ഈ പറഞ്ഞ ലഹരി ഉപയോഗത്തിന്റെ കാരണം എന്നുള്ളത് ഞാൻ വെറുതെ പറയുന്നല്ല. സയൻസ് പഠിച്ചാൽ മതി, ന്യൂറോ സയൻസ്. ഈ കോർ പ്രോബ്ലത്തിനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ താങ്കൾ എന്താ പറയുക, സ്വിച്ചിട്ട പോലെ ഈ കാര്യങ്ങളൊക്കെ നിൽക്കുമെന്നാണോ?
അങ്ങനെയാണെങ്കിൽ റോഡിലെ കുഴികൾ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കോർ പ്രോബ്ലം ഉള്ള അതിന് എന്ത് പരിഹാരം ചെയ്യുന്നത്? നിങ്ങൾ എന്ത് പ്രതിഷേധം നടത്തുന്നത്? നിങ്ങൾ ഏത് കോർ പ്രോബ്ലം? ഇവിടെ എന്താ സർക്കാർ പറഞ്ഞത്? ഡോക്ടർ അബ്ദുള്ള ബാസി, ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കരുത്. ഇവിടെ എന്താണ് സർക്കാർ പറഞ്ഞത്? സർക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യം ന്യായം എന്താണ്? കുട്ടികൾ പലപ്പോഴും ഈ പറയുന്ന ലഹരിയുടെ അടിമയാകുന്നതോ ലഹരിയിലേക്ക് വഴിതെറ്റിപ്പോകുന്നതോ അതിന് മാനസികമായിട്ടുള്ള കാരണങ്ങളുണ്ട്, അവരുടെ ശാരീരികമായ പ്രശ്നങ്ങളുണ്ട്, അവർ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളുണ്ട്. അത് കുടുംബത്തിലെ പ്രശ്നങ്ങളാകാം, വീട്ടിൽ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദമാകാം, കുട്ടികൾക്ക് മറ്റ് വിനോദ ഉപാധികൾ ഇല്ലാതെ പോകുന്നതാകാം. അങ്ങനെ പല സാമൂഹികവും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ഈ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള പല സമ്മർദ്ദങ്ങളുണ്ട്. അതിനെ അതിജീവിക്കാൻ പല മാർഗങ്ങളുണ്ട്. അപ്പോൾ അതിൽ അവർക്കൊരു ലൈറ്റർ വേയിൽ അവരുടെ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള സർക്കാരിൻ്റെ ഒരു ശ്രമം, അതുകൊണ്ട് ഇതൊരു നല്ല സംവിധാനമാണ് എന്ന നിലയിൽ അവർ പറയുന്നു. സൂംബ ഡാൻസ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. അവിടെയാണ് പറഞ്ഞത്. ഒന്നാമത് ഇവിടെ ഈ സ്ട്രെസ് എന്നുള്ളതല്ല, കുട്ടികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്ലഷർ സീക്കിംഗ് ആണ്. ഇത് താങ്കൾ അതിന്റെ ശാസ്ത്രീയ വശം ചോദിച്ചു, എന്നെ പറയാൻ സമ്മതിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു ഏത് ന്യൂറോ സയൻസിന്റെ ബേസിക്സ് അറിയുന്ന, അതിന് പേപ്പറുകൾ വേണമെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് എത്ര വേണമെങ്കിലും ഞാൻ അയച്ചു തരാം. ഏത് ന്യൂറോ തെറ്റായിട്ടാണ് താങ്കൾ പറഞ്ഞത്. ഞാൻ ചോദിച്ചതല്ല, ലഹരിയിലേക്ക് കുട്ടികൾ പോകുന്നത് പ്ലഷർ സീക്കിംഗ് മാത്രമാണെന്ന് ഏത് ആധികാരിക പഠനമാണ് തെളിയിച്ചത്? ന്യൂറോ സയൻസിൽ പറഞ്ഞ താങ്കൾ ഡോപാമിൻ ഉണ്ടാകുന്നതും പ്ലഷർ സീക്കിംഗ് എന്ന് പറയുന്നത് ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ഡോക്ടർ അബ്ദുള്ള ബാസി, പ്ലഷർ സീക്കിംഗ് ഈസ് എ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ്. അതുകൊണ്ട് അതൊരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് ഇതിനുള്ള കാരണമെന്ന് ആധികാരികമായി തെളിയിച്ചിട്ടുള്ള പഠനം ഏതാണ്? യു ടെൽ മീ. യെസ്, ഞാനത് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ ലഹരിയിലേക്ക് പോകുന്നത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയാണ്. മനുഷ്യന്റെ ടെൻഡൻസി എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടാനാണ്. അവിടെ ലഹരി എന്ന് പറയുന്നതിനെ മറ്റൊരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനെ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ ശ്രമിച്ചാൽ അതുകൊണ്ട് അത് പരിഹാരമാവില്ല എന്നുള്ളതും താങ്കൾ അവിടെ ചോദിച്ചു. പിന്നെ പരിഹാരം എന്ന് പറഞ്ഞാൽ സ്വിച്ചിട്ട് നടക്കുന്നല്ല ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് ഇത് വളരെ ആഴത്തിലുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ സ്വിച്ചിടൽ മാതിരി എവിടെയെങ്കിലും വാർത്തയാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വിവാദം ഉണ്ടാക്കാനോ ഒക്കെ സൂംബ കളിപ്പിച്ചത് കൊണ്ടൊന്നും ഇതിന് പരിഹാരമാവില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇത് പരിഹാരമാവില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതിന് ആഴത്തിലുള്ള അവരുടെ ലോകവീക്ഷണം, അതുപോലെ തന്നെ അവർക്ക് പിന്നെ കൊടുക്കുന്ന സ്ട്രെസ്. താങ്കൾ എന്താണ് ഡോക്ടർ അബ്ദുള്ള ബാസി പറഞ്ഞത്? അതായത് കുട്ടികൾ സ്കൂളുകളിൽ സൂംബ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൂംബ അവരുടെ ഭാഗമാക്കി കഴിഞ്ഞാൽ പിന്നെ ലഹരി ഉപയോഗം കേരളത്തിൽ ഉണ്ടാകില്ല, അതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണോ സർക്കാർ പറഞ്ഞത്? താങ്കൾ സർക്കാർ അങ്ങനെ സർക്കാർ പറഞ്ഞില്ലല്ലോ. സർക്കാർ പറഞ്ഞ എന്താണ്? സർക്കാർ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ പ്രശ്നം എന്താണ്? നിങ്ങളുടെ പ്രശ്നം ഇതിലെ കൾച്ചറൽ എലമെന്റ് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതിനെ നിങ്ങൾ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? അല്പവസ്ത്രധാരികളായ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകേർന്ന് ഉള്ള ഈ നൃത്ത വ്യായാമ മുറയെ ഞങ്ങൾ അംഗീകരിക്കില്ല. ഇതല്ലേ നിങ്ങളുടെ പ്രശ്നം അടിസ്ഥാനപരമായി? പിന്നെ നിങ്ങൾ അതിന് ഇതൊരു ശാശ്വത പരിഹാരം, നിങ്ങൾ ശാശ്വത പരിഹാരം ഉണ്ടാക്കിയ കേരളത്തിൽ ഒരു പ്രശ്നം പറയൂ. കേരളത്തിലെ പരിസ്ഥിതി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കിയോ? കേരളത്തിലെ പിന്നെ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ശാശ്വത പരിഹാരം ഉണ്ടായോ? കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടായോ? ഇവിടെ ശാശ്വത പരിഹാരം ഉണ്ടാക്കി ഒരു പ്രശ്നം താങ്കൾ പറയൂ. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം ഇതൊന്നുമല്ല. നിങ്ങളുടെ പ്രശ്നം ഈ നൃത്ത പരിപാടി, ഇതിന്റെ സാംസ്കാരിക, ഇതിന്റെ ഒരു കൾച്ചറൽ എലമെന്റ് നിങ്ങൾ പറയുന്നു. ഇതിനകത്ത് നിങ്ങൾക്ക് വിയോജിപ്പുണ്ട്, അത് പറയണം. യു കോൾ എ സ്പേഡ്. അങ്ങനെ പറയൂ. അങ്ങനെ പറയാതെ പകരം നിങ്ങൾ വളച്ചു കെട്ടി മറ്റു പല കാര്യങ്ങളൊക്കെ എന്തിനാ പറയുന്നത്? ഇത് ഞങ്ങൾ ഇതിനോട് യോജിക്കുന്നില്ല. ഇതിലെ പ്രശ്നം ഇതാണ്. ഇനി ഞാൻ പറഞ്ഞോട്ടെ. ഒന്നാമത്തത് കൾച്ചറൽ ആയിട്ടുള്ള കാര്യം ഉണ്ടെന്നുള്ള ഞാൻ തന്നെയല്ല ഇവിടെ പറഞ്ഞത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമത്തത് കോർ പ്രോബ്ലത്തിന് പരിഹാരമാവുന്നില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. അവിടെ കോർ പ്രോബ്ലത്തിന് പരിഹാരമാവുന്നില്ല പറഞ്ഞാൽ പിന്നെ പരിഹരിച്ച ഏത് പ്രശ്നമുള്ളത്? പൂർണ്ണമായും പരിഹരിച്ച പ്രശ്നം ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ അതിനുള്ള പരിഹാരമായിരിക്കണം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ പിന്നെ എന്തുണ്ട് പ്രശ്നമുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും നാളെ എന്തെങ്കിലും ചില വ്യായാമങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അതെങ്ങനെ പരിഹാരമാവാം. അതേപോലെ തന്നെയാണ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന്റെ പിന്നാലെ പോയി ലഹരിയിൽ മുങ്ങുന്ന കൗമാരത്തിന് ഒരിക്കലും മറ്റൊരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന്റെ രൂപമായിട്ടുള്ള ഏതെങ്കിലും ഡാൻസ് രൂപം കൊടുത്തത് കൊണ്ട് അത് പരിഹാരമാവില്ല എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും വ്യായാമങ്ങളാവാം. വ്യായാമങ്ങൾക്ക് ഞങ്ങളും അത് വേണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇവിടെയുള്ള കായിക പിരീഡുകളിൽ അതിനുള്ള സംവിധാനങ്ങൾ ഗവൺമെന്റ് ഒരുക്കുന്നില്ല. അത്തരത്തിലുള്ള പരിഹാരങ്ങളിലേക്ക് പോകൂ. കായികമായിട്ടുള്ള പിന്നെ അത്തരത്തിലുള്ള അധ്യാപനങ്ങൾ കൊടുത്താൽ നാളെ മുതൽ എല്ലാവരും ലഹരി വിമുക്തമാവും നമ്മൾ പറയുന്നില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അധ്യാപന നിയമനങ്ങൾ പോലെയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും ചെയ്യൂ. അത് ചെയ്യാതെ വെറും തൊളിപ്പുറത്തുള്ള, അതുപോലെ തന്നെ കൾച്ചറലി പല ആളുകൾക്കും അഭിപ്രായ വ്യത്യാസമുള്ള സൂംബ പോലെയുള്ള കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനോട് എതിർപ്പ് വരും. എതിർപ്പ് ഞങ്ങൾ പറയും. ആ പറയുന്നതിന് ഞങ്ങൾക്ക് ശാസ്ത്രീയമായിട്ടുള്ള കാരണങ്ങളുണ്ട്, കൾച്ചറൽ ആയിട്ടുള്ള കാരണങ്ങളുണ്ട്. എല്ലാറ്റിനും ഉപരി ഇത് ജനാധിപത്യപരമായി ഇമ്പോസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. എന്തുകൊണ്ട് സൂംബ മാത്രം എന്നുള്ള ചോദ്യം അത് അങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കി പോകാൻ
പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരുപാട് രൂപങ്ങളുണ്ടല്ലോ, എല്ലാം കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കളിച്ചോളൂ, കുട്ടികൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുട്ബോൾ കളിച്ചോളൂ, അല്ലെങ്കിൽ സൂംബ താല്പര്യമുള്ളവർ അത് കളിച്ചോളൂ എന്ന് ഞാൻ ഈ പറയാൻ ചർച്ചയിൽ താങ്കൾ കുറെ കാര്യങ്ങൾ പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്ന ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, താങ്കൾ പറഞ്ഞത് ജനാധിപത്യപരമായി ഈ കാര്യങ്ങളിൽ ഒരു ചർച്ച ആവശ്യമാണ്. ആ ചർച്ചകളിലൂടെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് വേണം ഒരു കാര്യം നടപ്പാക്കാൻ. അത് ആ പോയിന്റ് ഞാൻ അഗ്രി വിത്ത് യു. രണ്ടാമത്തെ കാര്യം താങ്കൾ പറഞ്ഞത് എന്തുകൊണ്ട് സൂംബ എന്ന് പറഞ്ഞാൽ, സൂംബ ഇത് രണ്ടും കലർന്നിട്ടുള്ള ഒരു വ്യായാമ മുറയാണ്. ഇപ്പോൾ MEC7 എന്ന് പറയുന്ന ഒരു വ്യായാമ കൂട്ടായ്മ ഉണ്ടായപ്പോൾ എന്തെല്ലാം ആക്ഷേപങ്ങൾ അവർ നേരിട്ടു, ഏതൊക്കെ തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നേരിട്ടു. എന്നിട്ട് MEC7 അവർ പറഞ്ഞു, ഞങ്ങളുടെ ഉദ്ദേശം ഈ ഇത്തരത്തിൽ, അതായത് ജീവിതശൈലി രോഗങ്ങൾ നേരിടുന്ന ആളുകൾക്ക്, അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും, അവർക്ക് വ്യായാമത്തിലൂടെ അതിൽ നിന്ന് മോചനം കിട്ടാനുള്ള ഒരു വഴി, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഒരു കൂട്ടായ്മയാണ് എന്ന്. അപ്പോൾ അവർ അതിന് ഒരു വിശദീകരണം നൽകുന്നു. എൻ്റെ ചോദ്യം ഡോക്ടർ അബ്ദുള്ള ബാസി, ഇത് സൂംബ വേണ്ട, ശരി, പകരം നിങ്ങൾ മറ്റൊരു ഇതേപോലെ ഒരു രൂപം പറയൂ. ഇപ്പോൾ ഏതെങ്കിലും നൃത്തരൂപം പറ്റില്ലല്ലോ. അപ്പോൾ കഥകളി കളിച്ചിട്ട് നമുക്ക് ഈ പറയുന്ന ഇത് കുറയ്ക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ താങ്കൾ പറയൂ, നിങ്ങളുടെ നിർദ്ദേശം എന്താണ്? അതിനുള്ള നിർദ്ദേശമാണ് ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും ഒരു നൃത്തം കൊണ്ട് പരിഹരിക്കപ്പെടുന്ന ഒരു കാര്യമല്ല. കായിക അധ്വാനവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കായിക അധ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂളിൽ സമഗ്രമായിട്ടുള്ള മാറ്റങ്ങൾ വേണം. ഇപ്പൊ 500 കുട്ടികൾ അങ്ങനെ പറയണം. ഒറ്റ മിനിറ്റ് ഡോക്ടർ അബ്ദുള്ള ബാസി, അങ്ങനെ പറയണമെങ്കിൽ സൂംബ കൊണ്ട് ഉണ്ടാകുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ, അത് വ്യാജമാണെന്ന് താങ്കൾ തെളിയിക്കണം. അല്ല, സൂംബയുമായി ബന്ധപ്പെട്ട അതിന്റെ ഹെൽത്തിലേക്ക് ഞാൻ പോകാത്തതാണ്. അതിന്റെ ഹെൽത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, അതിന്റെ കൃത്യമായ ട്രെയിനിങ് കിട്ടാത്ത ആളുകൾ അത് പരിശീലിപ്പിച്ചാൽ വളരെ വലിയ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളതിന് ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്. അത് ഞാനിവിടെ ഉദ്ധരിക്കാത്ത കാരണം എന്താ വെച്ചാൽ, ഇത് വളരെ വ്യാപകമായി നടപ്പിലാക്കുമ്പോൾ ഈ പറഞ്ഞ ട്രെയിനേഴ്സിന് മാത്രമായി പഠിപ്പിക്കുക എന്നുള്ളത് അതൊരു ക്വാളിറ്റി ഇഷ്യൂ ആണ്. അതായത് ഗുണമേന്മയുള്ള തരത്തിലായിരിക്കണം ഈ സംഭവങ്ങൾ നടപ്പാക്കേണ്ടത്. അത് നമുക്ക് എല്ലാ സ്കൂളുകളിലേക്കും അതൊക്കെ സർക്കാർ നോക്കട്ടെ. ആ സമയത്ത് നമുക്ക് പറയാമല്ലോ, ഇത് സർട്ടിഫൈഡ് ക്വാളിഫൈഡ് അല്ല. കുഴപ്പങ്ങളുണ്ട്, ഗുരുതരമായ പ്രശ്നങ്ങളാണ്. അത് ഗുരുതരമായ പ്രശ്നങ്ങളാണ്. കാരണം അത് പിന്നെ ലോവർ അബ്ഡോമിനും അതുപോലെ തന്നെ പലതരത്തിലുള്ള. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ അബ്ദുള്ള ബാസി, ഈ പൊതുവിദ്യാലയങ്ങളിൽ വരുന്ന കുട്ടികളുടെ മാനസിക ശാരീരിക ആരോഗ്യത്തെ കുറിച്ച് മാത്രമല്ല സർക്കാർ കൺസേൺഡ് ആകേണ്ടത്. ഇങ്ങനെ ധാരാളം സൂംബ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, ധാരാളം ആളുകൾ ആ ട്രെയിനിങ് എടുക്കുന്നുണ്ട്, അവരെല്ലാം ഈ ഇതിന്റെ ഭാഗമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഇത് ഉറപ്പുവരുത്തണം. സർക്കാരിന് അങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ സ്കൂളിലെ കാര്യത്തിൽ മാത്രം നോക്കിയാൽ പോരല്ലോ. ഇമ്പോസ് ചെയ്യുമ്പോൾ വിഷയം വേറെയാണ്. ഇമ്പോസ് ചെയ്യുമ്പോൾ അത് എല്ലാവരെ കൊണ്ടും കളിപ്പിക്കാൻ, അതാകട്ടെ കൃത്യമായി ട്രെയിനിങ് ഇല്ലാത്തവരെ കൊണ്ട് കളിപ്പിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിനേക്കാളൊക്കെ ഉപരി ഞങ്ങളുടെ ഒരു വിഷയം എന്താ വെച്ചാൽ ഇമ്പോസിംഗ് ആണ്. അത് എന്തുകൊണ്ട് ഒരുപാട് ഓപ്ഷൻ കൊടുത്തുകൊണ്ട് അതിന്. ഞാനൊരൊറ്റ കാര്യമേ ഡോക്ടർ അബ്ദുള്ള ബാസി, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി, ഞങ്ങൾ എന്ന് പറയുന്ന താങ്കൾ ഇപ്പോൾ അങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ പ്രശ്നം എന്ന് താങ്കൾ പറഞ്ഞല്ലോ, ഈ ഞങ്ങളിൽ ആരൊക്കെയുണ്ട്? ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനോട് വിയോജിപ്പുള്ള എല്ലാവരും. ജനാധിപത്യ രാഷ്ട്രത്തിൽ വിയോജിപ്പും യോജിപ്പും ഉണ്ടാവും. യോജിപ്പുള്ള എല്ലാവരും അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിയോജിപ്പുള്ളവരെ കുറിച്ചാണ് ഞങ്ങൾ എന്ന് പറഞ്ഞത്. ശരി, അപ്പോൾ വിയോജിപ്പുള്ള ആളുകളെ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ അനുവദിക്കണം, ഇതാണ് നിങ്ങളുടെ ആവശ്യം സർക്കാരിന് മുന്നിൽ, അല്ലേ? അതെ, തീർച്ചയായും. അതായത് സൂംബ കളിക്കുന്നവർ കളിക്കട്ടെ, അതായത് അതൊരു ഓപ്ഷൻ ആകണം, അതല്ലേ ഡോക്ടർ അബ്ദുള്ള ബാസി? അതൊരു ജനാധിപത്യ രാജ്യത്ത് അതാണ് വേണ്ടത്, അതൊരു ഓപ്ഷൻ ആയിരിക്കണം, അല്ലേ? ഒരു പോയിന്റ് ഓപ്ഷൻ മാത്രമല്ല, അതായത് അത് നടപ്പിലാക്കുമ്പോൾ ജനാധിപത്യം വേണമായിരുന്നു. ഇത് നടപ്പിലാക്കുമ്പോൾ മേലെന്ന് താഴോട്ട് ഇങ്ങനെ ഏതോ ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റേറ്റിൽ നടത്തുന്നത് അല്ല. പോട്ടെ, അത് അങ്ങനെ നടപ്പാക്കുമ്പോഴും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള നിങ്ങളുടെ അവകാശം സംരക്ഷിച്ചാൽ പോരെ? അത് വേണമെന്ന് മാത്രമല്ല, ഇപ്പൊ ഒരു അധ്യാപകനാണ് ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. എന്തുകൊണ്ട് അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ എടുത്തില്ല? എന്തുകൊണ്ട് ജനകീയ ചർച്ചകൾ ഉണ്ടായില്ല? എന്തുകൊണ്ട് ഇതേ സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് കൊടുക്കാം. അതായത് സൂംബ ഡാൻസിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കാത്ത അധ്യാപകർക്ക് മാറി നിൽക്കാം, പോരെ? ശരിയായോ? ഞാൻ പറയുന്നത് അത് ചർച്ചകൾ വേണമായിരുന്നു. അങ്ങനെ ജനകീയ ചർച്ചകൾ ഒന്നുമില്ലാതെ, നേരത്തെ ജെൻഡർ ന്യൂട്രാലിറ്റി ഒക്കെ ചെയ്ത മാതിരി ഒരു ചർച്ചകളോ ഒരു കാര്യമില്ലാതെ ചർച്ചകളെ മൊത്തത്തിൽ മാറ്റി വെച്ചുകൊണ്ട് അത്തരത്തിലുള്ള വിയോജിപ്പുകളോ ഒന്നും എടുക്കാതെ ചെയ്യുന്നത് ഒരിക്കലും ജനാധിപത്യ രാഷ്ട്രത്തിൽ ജനാധിപത്യ രീതിയുടെ ഒരു കാര്യമല്ല. മറിച്ച് ഇത് എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള അതിലൂടെ ഇതിൽ ഈ ജനാധിപത്യ രീതിയെ കുറിച്ച് പറയുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താ അറിയാമോ ഡോക്ടർ അബ്ദുള്ള ബാസി? ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാൽ രൂപപ്പെടുത്തിയ ഒരു സർക്കാരാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത്, അതിൽ തർക്കമില്ലല്ലോ. ഇതൊരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആണല്ലോ, ഒരു ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ഗവൺമെന്റ് ആണല്ലോ ഇവിടെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ ആ സർക്കാർ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് ജനങ്ങളുടെ വോട്ട് നേടിയെടുത്ത് ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാർ ഒരു കാര്യം നടപ്പാക്കുമ്പോൾ അത് ജനാധിപത്യപരമാണ്. ബേസിക്കലി ദാറ്റ് ഈസ് ഡെമോക്രാറ്റിക്. ഇനി രണ്ടാമത്തെ, ഒരു മിനിറ്റ് ഡോക്ടർ അബ്ദുള്ള ബാസി, 1 സെക്കൻഡ് നോക്കൂ ഡോക്ടർ അബ്ദുള്ള ബാസി. അപ്പോൾ അത് അതുകൊണ്ടാണ് ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ഇത്തരം തീരുമാനം. ഇനി താങ്കൾ പറഞ്ഞത് വിയോജിക്കാനുള്ള നമ്മളുടെ റൈറ്റ്,
ദ റൈറ്റ് ടു ഡിസെൻറ്റ് അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്, അത് സംരക്ഷിക്കപ്പെടണം. ഞാൻ ആ കാര്യത്തിൽ താങ്കളുടെ കൂടിയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഡോക്ടർ അബ്ദുള്ള ബാസി, ഇങ്ങനെ പറയുകയാണ് സർക്കാർ, ഞങ്ങൾ ഇത് നടപ്പാക്കുന്നു, ഗവൺമെൻറ് സ്കൂളുകളിൽ ഞങ്ങൾ ഈ ഒരു പദ്ധതി കൊണ്ടുവരികയാണ്, അതിൽ വിയോജിപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അതിൽ താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ആരോഗ്യ പ്രശ്നം കാരണം നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ നിന്ന് മാറി നിൽക്കാം. ഇസ് ദാറ്റ് നോട്ട് ഇനഫ്? യെസ്, അവിടെയാണ് താങ്കൾ പറഞ്ഞു ജനാധിപത്യപരമായി ഇലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ആണ്. താങ്കൾക്ക് ഇപ്പോൾ ഇവിടെ പല പരിഷ്കാരങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. പരിഷ്കാരങ്ങൾ എങ്ങനെയാണ് നടപ്പിലാക്കിയത് എന്നുള്ളതിനെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു പഠനം മതിയാവും. കാരണം ഇവിടെ പലപ്പോഴും ജനകീയ ചർച്ചകളിലൂടെയാണ് പരിഷ്കാരങ്ങൾ, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കാരങ്ങൾ, അവിടെ അധ്യാപകരുടെ അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ കുട്ടികളുടെയൊക്കെ അവരുടെ ഫീഡ്ബാക്കുകളൊക്കെ എടുത്തിട്ടാണ് പരിഷ്കാരം കൊണ്ടുവരിക. ഏതെങ്കിലും ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഏറ്റെടുത്താൽ പിന്നെ 5 വർഷം അവർ അങ്ങോട്ട് ഭരിക്കുക, അങ്ങനെയല്ല സംഭവിക്കുക. അവിടെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട്, വിയോജിപ്പുകൾ എടുത്തുകൊണ്ടാണ് ഏതൊരു പരിഷ്കാരം കൊണ്ടുവരിക. ഈ പരിഷ്കാരം കൊണ്ടുവരുമ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെയാണ് പ്രശ്നം. ഈ പരിഷ്കാരം കൊണ്ടുവരുമ്പോൾ അതൊന്നും പരിഗണിക്കാതെ നേരെ മുകളിൽ നിന്ന് അതങ്ങോട്ട് ഇമ്പോസ് ചെയ്യുകയും എന്നിട്ട് എതിർക്കുന്ന ആളുകളെ നേരത്തെ ഡിവൈഎഫ്ഐന്റെ നേതാവൊക്കെ വിളിച്ച മാതിരി ഒരു പഠനവും ഇല്ലാതെ അതെന്താണ് വിഷയം എന്ന് പോലും നോക്കാതെ നേരെ തീവ്രവാദികൾ. ഇതാണ് പ്രശ്നം. ഇത് ഒരു വിഷയം അങ്ങനെ പ്രയോഗമൊന്നും ഞങ്ങൾ നടത്തിയിട്ടില്ല കേട്ടോ. അല്ല, താങ്കൾ നടത്തിയെന്നല്ല, ഡിവൈഎഫ്ഐയുടെ നേതാവായിട്ടുള്ള വി വസീഫ് ഈ വിഷയം ഉണ്ടായി, അത് എന്താണ് പോസ്റ്റ് എന്നോ എന്താണ് വിഷയം എന്നോ നോക്കാതെ നേരെ അങ്ങോട്ട് തീവ്രവാദിയാക്കി കഴിഞ്ഞു. അപ്പൊ ഇതുപോലെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്കത് എതിർക്കാനുള്ള അവകാശമുണ്ട്, അതിന്റെ പ്രശ്നങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. കൾച്ചറലി അതിനോട്, അതിന്റെ ഡ്രസ്സിംഗ് ആവട്ടെ, അതിന്റെ മിക്സിംഗ് ആവട്ടെ, അതിന്റെ മ്യൂസിക് ആവട്ടെ, അത് ഏത് കാര്യമാവട്ടെ, താങ്കൾക്ക് അതിനോട് യോജിപ്പുണ്ടാവും, വിയോജിപ്പുണ്ടാവാം. ഞങ്ങൾക്ക് അതിനോട് കൾച്ചറലി വിയോജിച്ച് നിൽക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം ഇവിടെ ഉള്ളയിടത്തോളം കാലം അത് എതിർക്കുന്ന ആളുകളെ മൊത്തം തീവ്രവാദികളാക്കുക, അവരുടെ പിന്നിൽ തീവ്രവാദികളാണ്, അവരുടെ പിന്നിൽ വേറെ എന്തൊക്കെയോ സംഭവങ്ങളാണ് എന്ന് പറയുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ സാധ്യമല്ല. ഡോക്ടർ അബ്ദുള്ള ബാസി, ഞാൻ അടിയന്തരമായ ഒരു ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് മുൻപ് എനിക്കറിയേണ്ട ഒരു ഒറ്റ കാര്യം, അതായത് താല്പര്യമില്ലാത്തവരെ മാറ്റി നിർത്താനുള്ള ഒരു പഴുതുകൂടി ഉണ്ടാകണം ഇത് നിർബന്ധപൂർവ്വം നടപ്പാക്കുമ്പോൾ. ഡോക്ടർ അബ്ദുള്ള ബാസിയുടെ നിലപാടായോ? ഇല്ല, മാത്രമല്ല അത് ജനാധിപത്യപരമായി ജനകീയ ചർച്ചകളിലൂടെയാണ് വരേണ്ടത് എന്നുള്ള ഒരു കാര്യം കൂടി അതിലേക്ക് ആഡ് ചെയ്താലാണ് ഞങ്ങളുടെ. ശരി. അപ്പോഴും നിങ്ങൾ ഈ പോയിന്റിൽ ഉറച്ചു നിൽക്കുന്നു. അതായത് ഞാൻ വായിക്കാം ശ്രീ ടി കെ അഷ്റഫിന്റെ പോസ്റ്റ്. അദ്ദേഹം എഴുതിയിരിക്കുന്ന ആൺപെൺ കൂടിക്കലർന്ന അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ല, ഇത് പുരോഗമനമായി കാണുന്നവർ ഉണ്ടായേക്കാം. ഞാൻ ഈ കാര്യത്തിൽ പ്രാകൃതനാണ്, അല്ലെ? ആ നിലപാട് താങ്കൾക്കുണ്ട്, അല്ലെ? പിന്നെ ഈ പരിപാടിയോട് മാനസികമായി യോജിക്കാത്ത ധാരാളം അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമുണ്ട്. പ്രതികരിച്ചാൽ എന്താകുമെന്ന ഭീതിയാണ് പലരെയും അസ്വസ്ഥരാക്കുന്നത്. ഇത് ചെയ്തെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് വിശദീകരണം നൽകേണ്ടി വരും, പക്ഷേ ഏത് നടപടിയും നേരിടാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്. അതേ നിലപാട് താങ്കൾ പങ്കുവെക്കുന്നു ഈ ചർച്ചയിൽ. ഡോക്ടർ അബ്ദുള്ള ബാസി, ശരി, ലഹരിക്കെതിരെ സ്കൂളുകളിൽ സൂംബ ഡാൻസ് എന്നത് സർക്കാർ നിർബന്ധപൂർവ്വം നടപ്പാക്കുന്ന പദ്ധതിയാണോ? അങ്ങനെയെങ്കിൽ അതിനോട് വിയോജിക്കാനുള്ള അവകാശം നിലനിർത്തേണ്ടതല്ലേ? അതോടൊപ്പം തന്നെ ഇത് ആൺപെൺ കൂടിക്കലർന്ന അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കൽ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിപ്പിക്കാൻ വേണ്ടിയാണോ എന്ന ചോദ്യം പ്രസക്തമാണോ? ഡോക്ടർ അബ്ദുള്ള ബാസി CP, വിസ്ഡം സ്റ്റുഡൻറ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. വനിതാ ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജിദ നൌഷാദ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ ചർച്ചയിൽ. ഒപ്പം തന്നെ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ്, KPSTA പ്രസിഡന്റ് ശ്രീ K അബ്ദുൾ മജീദും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സൂംബ ഡാൻസ് നിർബന്ധിതമായി സർക്കാർ സ്കൂളുകളിൽ കൊണ്ടുവരുന്ന നടപടി എതിർക്കപ്പെടേണ്ടതാണോ? സൂംബ ഡാൻസിലെ സാംസ്കാരിക ചിഹ്നങ്ങൾ എതിർക്കപ്പെടേണ്ടതാണോ? ഡോക്ടർ അബ്ദുള്ള ബാസി CP, വൈസ് പ്രസിഡന്റ്, വിസ്ഡം സ്റ്റുഡൻറ് സ്റ്റേറ്റ് കമ്മിറ്റി നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. യൂത്ത് ലീഗിലെ ശ്രീമതി ഫാത്തിമ തെഹ്ലിയ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ. അതോടൊപ്പം തന്നെ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ K അബ്ദുൾ മജീദും ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. അഡ്വക്കേറ്റ് ഫാത്തിമ തെഹ്ലിയ, സൂംബ ഡാൻസിനെ താങ്കൾ സ്കൂളുകളിൽ കൊണ്ടുവരുന്നതിനെ താങ്കൾ അനുകൂലിക്കുമോ, എതിർക്കുമോ? അല്ല, ഈ വിഷയത്തിൽ ഇപ്പം നമ്മളിതൊരു ചർച്ചയ്ക്ക് തന്നെ എടുത്തത്, ഇതിൽ കുറച്ച് ആളുകൾ പ്രത്യേകിച്ച് മത സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു അഭിപ്രായം വന്നതുകൊണ്ടാണല്ലോ ഇന്നിപ്പോൾ ഈ ചർച്ചയ്ക്ക് പോലും പ്രസക്തി ഉണ്ടായത്. എനിക്കിതിൽ പറയാനുള്ള കാര്യം, നേരത്തെയും നമ്മൾ പിന്നെ ഇത്തരത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പം ആളുകളുടെ കൺസേൺസ്, അതായത് സ്കൂളിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കുമ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് സംസാരിക്കാതെ പെട്ടെന്നുള്ള ഇത്തരത്തിലുള്ള സർക്കുലറുകൾ ഭയങ്കര സമൂഹത്തിൻ്റെ ഇടയിൽ ഇത്തിരി പിന്നെ പ്രതിഷേധത്തിനൊക്കെ കാരണമാകുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. അതുതന്നെയാണ് ഇപ്പോൾ സൂംബ വിഷയത്തിലും ഉണ്ടായിട്ടുള്ളത്. ഒരു കാര്യം എനിക്ക് അടിവരയിട്ട് പറയാനുള്ളത്, കേരളത്തിലെ ആളുകളുടെ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ടിട്ട്, ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ അതൊരു പ്രത്യേക താല്പര്യത്തിൻ്റെ പുറത്ത് നടത്തേണ്ട കാര്യമല്ല.
അത് കൃത്യമായിട്ടും സിലബസിൽ ഉൾപ്പെടുത്താനും അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ ഒരു ഹാബിറ്റിൻ്റെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമം യഥാർത്ഥത്തിൽ നടത്തി വരേണ്ടതാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പം പിന്നെ ലഹരിയുമായി ബന്ധപ്പെട്ടിട്ട് അതിനെ എതിർക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള സൂംബ ഫിറ്റ്നസ് ട്രെയിനിങ്ങുകളെ കുറിച്ച് ഗവൺമെൻറ് സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ലഹരി വിരുദ്ധ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതിൽ രണ്ട് അഭിപ്രായമില്ല. എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആർക്കും അത്തരത്തിൽ അഭിപ്രായം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള പരിപാടികൾ, അതിൻ്റെ ആവിഷ്കരണങ്ങൾ, അത് ഏത് രൂപത്തിൽ ക്യാമ്പസിലെ കുട്ടികളോട്, സ്കൂളിലെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ PTA ഓർഗനൈസേഷൻ, അവിടെയുള്ള മറ്റുള്ള ആളുകൾ, ഇവരെയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അവരുടെ അഭിപ്രായമൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു നടപടിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ നടത്തേണ്ടത്. അതങ്ങനെയല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പുനഃപരിശോധന നടത്തണം എന്നുള്ള ഒരു കൺസേണിലേക്ക് മാറേണ്ടി വരുന്നത്. അല്ല, അതൊരു വളരെ ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആയ പോലെ തോന്നുന്നു അഡ്വക്കേറ്റ് ഫാത്തിമ തെഹ്ലിയ. കാരണം സൂംബ ഡാൻസ് സ്കൂളുകളിൽ കൊണ്ടുവരുന്നതിനെ എതിർക്കുന്നതിന് അവർ പറയുന്ന ഒരു കാരണം അത് ഈ അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിൻ്റെ താളത്തിൽ തുള്ളുന്നൊരു സംസ്കാരം പഠിപ്പിക്കുന്നു എന്നതാണ്. സൂംബ എന്ന ഈ നൃത്ത സംഗീത വ്യായാമ മുറയോടും അത് പിന്തുടരുന്നവരെയും അവഹേളിക്കുന്നതിന് സമമാണല്ലോ ഈ നിലയിലുള്ള ഒരു വിലയിരുത്തൽ. ആ വിലയിരുത്തലിനോട് ശ്രീമതി ഫാത്തിമ തെഹ്ലിയ യോജിക്കുമോ? അല്ല, എനിക്ക് അതിനൊരു അവഹേളിക്കുന്ന രൂപത്തിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ട്രെയിനിങ്ങുകൾ ഒക്കെ പിന്നെ തങ്ങളുടെ ജീവിതത്തിൻ്റെ, പ്രത്യേകിച്ച് സൂംബ എന്ന് പറയുമ്പം അതൊരു എൻ്റർടൈൻമെൻറ്റ് കം പിന്നെ ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. അപ്പം അതിനെയൊക്കെ ഉൾക്കൊള്ളുന്ന ആൾക്കാരുണ്ട്, ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ ഒന്നും അവഹേളിക്കുന്ന ഒരു കാര്യമായിട്ട് പിന്നെ സ്റ്റേറ്റ്മെൻ്റായിട്ട്, ആ രൂപത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ ഉണ്ടായിട്ടുള്ളത് സ്കൂളിലേക്ക് കുട്ടികൾ വരുന്നു. ആ സ്കൂളിൽ ഗവൺമെൻറ് അവരുടെ സർക്കുലർ ഉപയോഗിച്ചുകൊണ്ട് ഒരു നടപടി, പിന്നെ ഞങ്ങൾ നാളെ മുതൽ ഇത്തരത്തിലുള്ള സൂംബ ട്രെയിനിങ്ങുകളിലേക്ക് കടക്കുകയാണ് എന്ന് പറയുമ്പം അവരുടെ രക്ഷിതാക്കൾ, ആ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് അതിൽ കൺസേൺ ഉണ്ടാവും. പ്രത്യേകിച്ച് മതപരമായിട്ടുള്ള കാര്യങ്ങൾ, സ്പിരിച്വലി തങ്ങളുടെ മക്കൾ വളരണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് എതിർപ്പുണ്ടാകും. അല്ലെങ്കിൽ അതെങ്ങനെയൊക്കെ നടക്കുന്നു, അതിൽ ഇടകലരലുകൾ ഉണ്ട്, അല്ലെങ്കിൽ അല്പവസ്ത്രധാരണമാണ് സ്വീകരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ ആശങ്കയാണ് ഇവർ പിന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അപ്പോൾ അതിനെ ആശങ്കയായിട്ട് കാണുക. സർക്കാർ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പദ്ധതിയായിട്ടാണ് യഥാർത്ഥത്തിൽ ലഹരിക്കെതിരെയുള്ള പദ്ധതിയൊക്കെ നടപ്പിലാക്കേണ്ടത്. ഇപ്പം ഇവിടെ നടക്കുന്ന കാര്യം എന്താ? ആളുകളോട് പിന്നെ യാതൊരു പിന്നെ സമീപനമോ അല്ലെങ്കിൽ അഭിപ്രായമോ സ്വീകരിക്കാതെ ഒരു പദ്ധതി കൊണ്ടുവരുന്നു, എന്നിട്ട് അത് ലഹരിക്കെതിരെയാണെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഗുഡ് മോട്ടീവ് ഇല്ല, ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് പോലും പിന്നെ നല്ല രൂപത്തിലേക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റാതെ വരികയല്ലേ ചെയ്യുന്നത്. അല്ല അഡ്വക്കേറ്റ് ഫാത്തിമ തെഹ്ലിയ, ഞാൻ അതിലൊരു സംശയം ചോദിക്കട്ടെ. എല്ലാവരും അംഗീകരിച്ച ഏത് പദ്ധതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്? അല്ല, ഒരുപാട് പദ്ധതികൾ. നമ്മുടെ നാട്ടിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ നാട്ടിൽ നല്ല സിറ്റിസൺസ് ഉണ്ടാവുക, പൗരന്മാരുണ്ടാവുക, നല്ല ആളുകളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരിക, നല്ല പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണല്ലോ. അപ്പം അതായത് ഒരു ഒറ്റ മിനിറ്റ്, അതായത് അതിൽ ഇന്റൻഷൻ ആണ് പ്രധാനം എന്നാണ് അഡ്വക്കേറ്റ് ഫാത്തിമ തെഹ്ലിയ പറയുന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ഇന്റൻഷൻ, ഇഫ് ദാറ്റ് ഈസ് ഫോർ എ ഗുഡ് ഇന്റൻഷൻ, അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ പൊതുവായ കാര്യങ്ങളിൽ നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കും, അല്ലെങ്കിൽ ഭൂരിപക്ഷം ആളുകളും അതിനോട് ചേർന്ന് നിൽക്കും. ഇവിടെ ഈ വ്യായാമ മുറ അവതരിപ്പിക്കുമ്പോൾ സർക്കാർ പറഞ്ഞൊരു ഇൻറ്റൻഷൻ, സർക്കാർ പറഞ്ഞൊരു കാരണമുണ്ട്. അത് ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികൾ പലപ്പോഴും മാനസിക സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിലേക്ക് വഴിതെറ്റിപ്പോകുന്നത്. അവരെ ഒന്ന് റിലാക്സ് ചെയ്യിക്കാൻ, അവരെ അത്തരം സമ്മർദ്ദങ്ങളിൽ നിന്ന് മാറ്റാൻ, സ്കൂൾ ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുൻപ് ഇടവേളകളിൽ ഈ സമ്മർദ്ദം ഒഴിവാക്കാൻ സൂംബ ഡാൻസ് അവരെ അതിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. അതിൽ അല്പവസ്ത്രത്തിൻ്റെ പ്രശ്നമില്ല, കാരണം അത് യൂണിഫോമിലാണ് കുട്ടികൾ ഉണ്ടാവുക. ശരി, ഇനി ഡോക്ടർ അബ്ദുള്ള ബാസി പറഞ്ഞതിലൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇത് എല്ലാവരിൽ നിന്നും എല്ലാവരുടെയും ഒരു അഭിപ്രായം സ്വീകരിച്ചില്ല, ഒരു കൺസെൻറ്റ് എടുത്തിട്ടില്ല, ഇതൊരു അടിച്ചേൽപ്പിക്കൽ സ്വഭാവമുണ്ടെന്ന്. അത് ശരിയാണ്, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ അപ്പോഴും ഈ സൂംബയെ തള്ളിപ്പറയുന്നതിനുള്ള കാരണങ്ങൾ വിചിത്രമായി തോന്നുന്നില്ലേ എന്നാണ് എൻ്റെ ചോദ്യം, അഡ്വക്കേറ്റ് ഫാത്തിമ തെഹ്ലിയ. ഇല്ല, ഇതിൽ ഗോപികൃഷ്ണൻ, നമ്മൾ ആരും സൂംബയെ തള്ളിക്കളയുന്നില്ല. നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണ്. ഇവിടെ എല്ലാവർക്കും അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, അവരുടേതായിട്ടുള്ള രൂപത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്താൻ പറ്റും. ഇവിടെ നമ്മൾ ഈ സൂംബ എന്ന് പറയുന്നതിനെ തള്ളിക്കളഞ്ഞു അല്ലെങ്കിൽ അതിനെ അവഹേളിച്ചു എന്നൊന്നും കാണേണ്ട കാര്യമില്ല. ആൾക്കാരെ വിശ്വാസത്തിലെടുക്കുക.
സർക്കാരിന് ആളുകളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് നടത്താൻ പറ്റുമോ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത്, പ്രശ്നമല്ല, ഒരു കൺസേൺ, അതായത് ലഹരിക്കെതിരെ ആളുകൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്, ആ സ്ട്രെസ്സിൽ നിന്ന് ഫ്രീ ആക്കാൻ വേണ്ടി നമ്മൾ ഇത്തരത്തിലുള്ള വ്യായാമങ്ങളിലേക്ക് നടക്കുന്നു. ഓക്കെ, കറക്റ്റ്. അതിൽ സ്ട്രെസ് തന്നെയാണ് ഇത്തരത്തിലുള്ള ലഹരിയുടെ പിന്നിലുള്ളത് എന്ന് എവിടെയെങ്കിലും ഫൈൻഡിങ്സ് ഉണ്ടോ? ഈ സ്ട്രെസ് മാത്രമല്ല, ക്യാമ്പസിലേക്ക്, സ്കൂളിലേക്കുള്ള കുട്ടികളിലേക്ക് ലഹരി പദാർത്ഥങ്ങൾ എത്തുന്നതിൻ്റെ കാരണങ്ങൾ പരിശോധിച്ച് പോയാൽ സ്ട്രെസ് മാത്രമല്ല, ഇവിടെ ഒരുപാട് മറ്റ് കൺസേൺസ് ഉണ്ട്. ആ കൺസേണിനെ ഒക്കെ ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഞാൻ ഒരു ഭാഗം ഇതിനൊരു കൺസേൺ ആയി കണ്ടാൽ മതി എന്ന് ശ്രീമതി ഫാത്തിമ തെഹലിയ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഇതിലൊരു ഭാഗം പറയാം. 1990 സൂംബ ഡാൻസ് എന്ന രീതി വരുന്നതും 2001 ഇത് വ്യാപകമായതെന്ന കാര്യവും നാം ചേർത്ത് ഇത് വ്യാപകമാവുന്നതും ഇതിന് ശേഷമാണ് ലോകത്ത് രാസലഹരിയും വ്യാപകമായതെന്ന കാര്യവും നാം ചേർത്ത് ചിന്തിക്കണം. ലോകത്തെവിടെയും ലഹരിയിലേക്ക് പോകാതിരിക്കാൻ ഡാൻസ് പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാനാവില്ല. വിദ്യാലയങ്ങളിലും മറ്റും ശാന്തമായി നടന്നിരുന്ന പല ആഘോഷ പരിപാടികളും ആൺ പെൺ കൂടിക്കലരലുകളും പരിസരം മറന്ന് തിമിർത്താടാനുള്ള ഇടങ്ങളുമായി മാറുന്ന അവസ്ഥയാണ് നാം കാണുന്നത്. ഇൻസ്റ്റാഗ്രാം റീൽസും ഷോർട്സും കണ്ട് വിവാഹാഘോഷങ്ങൾ, സെൻഡ് ഓഫുകൾ, ടൂറുകൾ, വാർഷികങ്ങൾ തുടങ്ങി എല്ലാ പരിപാടികളിലും ഇത്തരത്തിൽ കാതടപ്പിക്കുന്ന സംഗീതത്തോടൊപ്പമുള്ള ഡാൻസിനെയും ഉൾച്ചേർക്കുന്ന പ്രവണതയും പുതുതലമുറയിൽ കാണാം. പലപ്പോഴും ഇവയെല്ലാം ഒടുവിൽ എത്തിച്ചേരുന്ന ചെറുതും വലുതുമായ DJ പാർട്ടികൾ ലഹരിയുടെ പ്രാഥമിക സ്രോതസ്സുകളായി മാറുന്നതിനിടയിലാണ് ഇത്തരം വിചിത്രമായ പ്രതിരോധ മാർഗങ്ങളുമായി സർക്കാർ മുന്നോട്ട് വരുന്നത്. ഇതാണ് പ്രശ്നം. ഇതാണോ പ്രശ്നം? അല്ല, ഗോപികൃഷ്ണൻ പറഞ്ഞത് നമ്മളിപ്പോൾ താരതമ്യം ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? സൂംബ ഡാൻസും അതുപോലെ ലഹരിയുടെ ഉപയോഗവും മാത്രമാണ് നമ്മളിപ്പോൾ കൺസേൺ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇതേപോലെ വേറെ മാർഗങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. സൂംബ ഡാൻസ് മാത്രമല്ല പരിഹാരം എന്ന് വെച്ച് ഞാൻ വീണ്ടും പറയുന്നു, സൂംബയ്ക്ക് എതിരല്ല, അല്ലെങ്കിൽ സൂംബ പോലെയുള്ള ആളുകൾ ട്രെയിനേഴ്സോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവിത റുട്ടീൻ്റെ ഭാഗമായിട്ട് കണക്കാക്കുന്ന ആളുകളെ ഒന്നും തള്ളിക്കളയുന്നില്ല. ഓരോരുത്തർക്കും അവരവരുടെ രീതി ഫോളോ ചെയ്യാം. പക്ഷേ ഇവിടെ ഇത്തരത്തിൽ ആളുകൾ കൺസേൺ മുന്നോട്ട് വെക്കുമ്പം, അതായത് മതപരമായിട്ട് തങ്ങളുടെ ചിന്തകൾക്ക് എതിരാണ്, അല്ലെങ്കിൽ തങ്ങളുടെ മക്കൾ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് പോകേണ്ട എന്ന് രക്ഷിതാക്കൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി, ആ ഭാഗം എനിക്ക് മനസ്സിലായി. അതായത് അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി, അതായത് അതിൽ തീരുമാനമെടുക്കാനും അതിൽ അവർക്ക് വേണമെങ്കിൽ ഇതിന്റെ ഭാഗമാകാനോ മാറി നിൽക്കാനോ ഉള്ള അവരുടെ അവകാശം സംരക്ഷിക്കപ്പെടുന്ന തരത്തിലായിരിക്കണം ഇത് നടപ്പാക്കാൻ. അതാണല്ലോ അല്ലേ ഫാത്തിമ തെഹലിയ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിപ്പം നേരത്തെ എനിക്ക് തോന്നുന്നു അബ്ദുള്ള അബ്ബാസിൽ പറഞ്ഞ ഒരു അടിച്ചേൽപ്പിക്കൽ രീതി നമ്മൾ കാണുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ നമുക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. കേരളത്തിലുള്ള സർക്കാർ, കേന്ദ്രത്തിലുള്ള ഒരു സർക്കാരിന് എങ്ങനെയാണോ അവർ പ്രവർത്തിക്കുന്നത് അതേ രൂപത്തിൽ അവരുടെ എന്താ പറയുക, ഈ ജനങ്ങളോടുള്ള ഇടപെടലുകൾ നമ്മൾ ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നിപ്പോവുകയാണ്. ഇതിന് മുൻപ് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുമായിട്ട്, പാഠ്യപദ്ധതി പരിഷ്കരണവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകളുടെ, ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ, സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒക്കെ അഭിപ്രായം കേട്ടിട്ട് അവരെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെയൊക്കെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ സർക്കാർ ഇടപെടണമെന്നാണ് പറയാനുള്ളത്. അല്ലല്ല, അത് ശരിയാണ് ഫാത്തിമ തെഹലിയ. അത് സൂംബയുടെ കാര്യത്തിൽ മാത്രമല്ല, ഏത് കാര്യങ്ങളിലും അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വിശ്വാസത്തിലെടുക്കുകയും അവരെ കാര്യങ്ങൾ ധരിപ്പിക്കുകയും അങ്ങനെ ജനാധിപത്യപരമായ രീതിയിൽ നടപ്പാക്കണം. ആ കാര്യത്തിൽ നമുക്ക് ആർക്കും തന്നെ അതിലൊരു രണ്ടഭിപ്രായം ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ വളരെ മെറ്റിക്കുലസ് ആയിട്ട്, വളരെ സ്പെസിഫിക് ആയിട്ട് സൂംബയ്ക്കെതിരെ പറയുന്ന കാര്യങ്ങൾ, കാരണങ്ങൾ, അതാണ് ഇവിടെ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കി. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ കെ അബ്ദുൽ മജീദ്, താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? ഞാൻ അവസാനമാണ് ഈ ചർച്ചയുടെ ഭാഗമാകാൻ കഴിഞ്ഞത്. ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് എനിക്ക് സൂമിൽ കയറാൻ കഴിഞ്ഞില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ സൂംബ ഡാൻസ് കൊണ്ടുവന്നത് ലഹരി നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ലഹരിയിൽ നിന്ന് കുട്ടികളെ മാറ്റി നിർത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഇവിടെ ചർച്ചയിൽ പറഞ്ഞവർ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല, ആ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് പൊതുവിദ്യാലയങ്ങൾ. അതിൽ ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാവരും ഒരുമിച്ച് ഒരേ രീതിയിൽ ഒരുമിച്ച് ചേരുന്ന ഒരു ഇടമാണ് പൊതുവിദ്യാലയം. സത്യത്തിൽ സർക്കാർ ഈ അടുത്ത കാലത്തായി ഇറക്കുന്ന ചില ഉത്തരവുകളും തീരുമാനങ്ങളും പൊതുവിദ്യാലയങ്ങളുടെ
സുഗമമായ നടത്തിപ്പിന് പ്രയാസമുണ്ടാക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ലഹരി, രാസലഹരിയാണെങ്കിലും അതോടൊപ്പം തന്നെ മദ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണെങ്കിലും അത് നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും അതിൻ്റെ വരവ്, അത് എങ്ങനെയാണ് ഈ സംസ്ഥാനത്ത് എത്തിപ്പെടുന്നത്, അതെങ്ങനെയാണ് കലാലയങ്ങളിലേക്ക് എത്തുന്നത്, അത് പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളാണ് സർക്കാർ ആദ്യമായി ആലോചിക്കുകയും അതിനു വേണ്ട പ്രവർത്തനങ്ങളുമാണ് നടത്തേണ്ടത്. ഈ സൂംബ ഡാൻസ് വന്നതോടുകൂടി ഇപ്പൊ വിദ്യാലയങ്ങളിലൊക്കെ തന്നെ പ്രായം ചെന്ന അധ്യാപികമാരും അധ്യാപകരും ഒക്കെ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഒരു സൂംബ ഡാൻസ് വിദ്യാലയങ്ങൾ നടത്തുന്നത് കൊണ്ട് ലഹരിയിൽ നിന്ന് കുട്ടികൾ പിന്മാറുമെന്ന വിശ്വാസമൊന്നും നമുക്കില്ല, KPSTക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നേരത്തെ ഫാത്തിമ തഹ്ലിയ ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പദ്ധതി, ഒരു പ്രോഗ്രാം പൊതുവിദ്യാലയത്തിൽ നടപ്പിലാക്കുമ്പോൾ അത് അതിൻ്റെ കൺസേൺഡ് അതോറിറ്റികളുമായി ചർച്ച ചെയ്ത് അതിൻ്റെ ഗുണവശങ്ങളെക്കുറിച്ചും അതിൻ്റെ ഗുണപരമല്ലാത്ത വശങ്ങളെക്കുറിച്ചും ആലോചിച്ച് ഗുണപരമായ വശങ്ങൾ നടപ്പിലാക്കാനുള്ള തീരുമാനമാണ് ഭരണവർഗം, ഭരിക്കുന്ന സർക്കാരുകൾ നടപ്പിലാക്കേണ്ടത്. പക്ഷെ ഇവിടെ ഈ സൂംബ ഡാൻസിന്റെ പ്രഖ്യാപനം തന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു അധ്യാപക സംഘടനയുമായി ഒരു കൂടിയാലോചനക്ക് പോലും തയ്യാറായിട്ടില്ല. വിദ്യാർത്ഥി സംഘടനകളുമായിട്ട് കൂടിയാലോചന നടന്നിട്ടില്ല. ഞങ്ങളൊക്കെ അത് മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്ത് പ്രിയപ്പെട്ട ബഹുമാനായ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു സൂംബ ഡാൻസിൽ പങ്കെടുക്കുന്ന 2500ഓളം കുട്ടികൾക്ക് ഒരു ബനിയൻ പുറത്തിറക്കുന്ന ആ അവസരത്തിലാണ് ഈ സൂംബ ഡാൻസിന്റെ കാര്യങ്ങളെക്കുറിച്ച് അധ്യാപക സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെ അറിയുന്നത്. അപ്പോ ഇവിടെ നേരത്തെ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലഹരിയിൽ നിന്ന് പിന്മാറാൻ സർക്കാരിന് അവലംബിക്കേണ്ട ഒട്ടേറെ മാർഗങ്ങളുണ്ട്. കേരളത്തിലെ രാസലഹരിക്ക് അടിമപ്പെട്ട ഒരു വലിയ വിഭാഗമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതിനനുസരിച്ചുള്ള പ്രോഗ്രാമുകൾ അതെങ്ങനെ ഈ വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉപയോഗം ഏതൊക്കെ രീതിയിൽ കുറക്കാൻ പറ്റുമെന്നതിനെ കുറിച്ച് കൃത്യമായ ചർച്ചകളുടെയും ആലോചനകളുടെയും ഒക്കെ എല്ലാവരുമായിട്ടുള്ള ഒരു സമമായ ചർച്ചയിലൂടെ വേണം നടപ്പിലാക്കാൻ. അതല്ലാതെ പേരെടുക്കുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പദ്ധതി പ്രഖ്യാപിച്ച് ആ പദ്ധതിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അത് നടപ്പിലാക്കി എന്ന് ഒരു കേളികൊട്ട് നടത്തുന്ന രീതിയിലുള്ള പല പരിപാടികളുമാണ്. ഞാനൊരു ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, KPSTയുടെ പ്രതിനിധി എന്ന നിലയിൽ. KPST ഈ പദ്ധതിക്ക് എതിരാണ് അല്ലേ? KPST അത് ഒരു ചർച്ചയും കൂടാതെ, ഒരാലോചനയും കൂടാതെ, സംഘടനാ പ്രതിനിധികളുമായോ വിദ്യാർത്ഥി പ്രതിനിധികളുമായോ സമൂഹവുമായോ രക്ഷിതാക്കളുമായോ ഒരാലോചനയും കൂടാതെ നടപ്പിലാക്കിയ ഈ പദ്ധതി അനുചിതമായ ഒരു പദ്ധതിയാണ് എന്ന അഭിപ്രായമാണ് നമുക്കുള്ളത്. അത് ഒരിക്കലും ലഹരി നിർമ്മാർജ്ജനത്തിന് ഗുണപരമായ നേട്ടം അതുകൊണ്ട് ഉണ്ടാവില്ല. അതിനേക്കാൾ അപ്പുറം പൊതുവിദ്യാലയങ്ങളിൽ ഇത്തരത്തിലുള്ള അല്ല, അപ്പോൾ KPSTയിലെ അംഗങ്ങളായ അധ്യാപകർ ഈ പരിപാടിയോട് സഹകരിക്കില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ ഞാൻ പറയുന്നില്ല, സഹകരിക്കില്ല എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ജോലി ചെയ്യുന്ന അധ്യാപകർ സ്വാഭാവികമായിട്ടും അവരുടെ സർക്കാരും ഡിപ്പാർട്ട്മെന്റും പറയുന്ന കാര്യങ്ങളോട് 100% പുറംതിരിഞ്ഞു നിൽക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷെ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് വിളിച്ചു വരുത്തുന്നത് പൊതുവിദ്യാലയങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്നുള്ളതാണ് KPST ഒക്കെ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് KPST ഈ തരത്തിലുള്ള ഒരു അഭിപ്രായം മുന്നോട്ട് വെക്കുന്നത്. ശരി, ഡോക്ടർ അബ്ദുൾ അബ്ബാസി, അതുകൊണ്ട് തന്നെ ഈ തീരുമാനങ്ങളോട് നിസ്സഹകരിക്കണം എന്നതാണോ നിങ്ങളുടെ ആഹ്വാനം? അല്ല, നമ്മളിവിടെ പറഞ്ഞല്ലോ, കൃത്യമായിട്ട് പറഞ്ഞു. ഇവിടെ ഇത്തരത്തിലുള്ള ആ നടപ്പിലാക്കിയ രീതിയോടാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വിയോജിപ്പുള്ളത്. ആ നടപ്പിലാക്കിയ രീതിയോട് വിയോജിപ്പുണ്ട്. അതുപോലെ തന്നെ കൾച്ചറലി ഇത്തരത്തിലുള്ള വിയോജിപ്പുകൾ ഉണ്ടാകുമ്പോൾ അതിനോടുള്ള പ്രതികരണത്തിലും വളരെയധികം വിയോജിപ്പുകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ പ്രത്യേകിച്ചും ഇവിടെയുള്ള ബഹുഭൂരിപക്ഷത്തിന് ആളുകൾക്കും ഉള്ള അവർക്കുള്ള ഒരു ലോകവീക്ഷണത്തിനെ പരിപൂർണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് അതിനെ ഒരു നിലക്കും കൺസിഡർ ചെയ്യാതെ ഇവിടെ അധ്യാപക സംഘടനകളുടെ ആളുകൾ പറഞ്ഞു, അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളുടെ ആളുകൾ പറഞ്ഞു, എല്ലാവരോടും പറയുന്ന കാര്യത്തെ ഇത് വരുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ഈവൻ മുഖ്യമന്ത്രി പോലും അത് പ്രഖ്യാപിക്കുന്ന സമയത്ത് സൂംബയോ അങ്ങനെ എന്തൊരു സാധനം എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചാൽ കൃത്യമായൊരു ചർച്ചയോ പഠനമോ ഒന്നുമില്ലാതെ ഇത് പരിഹാരമാവുമോ എന്നറിയാതെ, പ്രത്യേകിച്ചും നേരത്തെ ഗോപികൃഷ്ണൻ തന്നെ ചോദിച്ചല്ലോ ഇത് പ്ലഷർ സീക്കിംഗ് ആണ് എന്നുള്ളത്. ഒരുപാട് പഠനങ്ങൾ ഞാൻ ജസ്റ്റ് ചോദിച്ച സ്ഥിതിക്ക് അതൊന്ന് പൂർത്തിയാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ജേണൽ ഓഫ് അഡോളസന്റ് ഹെൽത്ത് 2013 വോള്യം 52, ആ ജേണലിന്റെ 52-ാം വോള്യത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് അഡോളസൻസിൽ ഈ പറഞ്ഞ ഡ്രഗ് അഡിക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്ലഷർ സീക്കിംഗ് ആണെന്നുള്ളത്. അത് അവരുടെ ഫുള്ളി ഡെവലപ്ഡ് അല്ലാത്ത പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിന്റെ കാരണമാണെന്നുള്ളത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. പ്ലഷർ സീക്കിംഗ് ജേണലാണ്
ജേണലാണ് Which journal, which volume, which journal, which issue? 2013 52ാമത്തെ വോള്യമാണ്. അതിൽ അവർ പറയുന്നത് വെച്ചാൽ നോവൽറ്റി സീക്കിംഗ് ആൻഡ് സെൻസേഷൻ സീക്കിംഗ് സ്ട്രോങ് ഏത് ജേണൽ ഡോക്ടർ അബ്ദുള്ള ബാസി, ഏത് ജേണൽ, വിച്ച് ജേണൽ? ജേണൽ ഓഫ് അഡോളസന്റ് ഹെൽത്ത് എന്ന് പറഞ്ഞൊരു ജേണൽ ഉണ്ട്. അതിന്റെ 2013 വോള്യം 52 കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ട്, ഇത് മാത്രമല്ല പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് അഡോളസൻസിൽ ഫുള്ളി ഡെവലപ്ഡ് അല്ല എന്നുള്ളത് ഗോപികൃഷ്ണൻ അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അറിയാമെന്ന് മാത്രമല്ല പ്ലഷർ സീക്കിംഗ് എന്ന് പറയുന്നത്, എന്റെ പോയിന്റ് അതായിരുന്നില്ല ഡോക്ടർ അബ്ദുൾ ബാസി, സമയം കുറവായത് ഞാൻ പെട്ടെന്ന് പറയാം. പ്ലഷർ സീക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് അത് ഏറ്റവും ഒപ്റ്റിമത്തിൽ നിൽക്കുന്ന പ്രായമാണ് ഈ അഡോളസൻസ് ഏജ്, വിച്ച് ഈസ് ക്വയറ്റ് എ കോമൺ നോളജ് ടു എവരിവൺ. ഞാൻ പറഞ്ഞ എന്റെ വാദമേ അതായിരുന്നില്ല. ഞാൻ പറഞ്ഞത് ലഹരിയിലേക്ക് അടിമപ്പെടുന്നതിന്റെ ഭൂരിഭാഗം ആളുകളും പ്രഷർ സീക്കിംഗ് മാത്രമാണ് അതിന്റെ കാര്യമെന്ന് തെളിയിക്കുന്ന ആധികാരികമായ പഠനങ്ങളുണ്ടോ എന്നതായിരുന്നു. ദാറ്റ് വാസ് മൈ ക്വസ്റ്റ്യൻ ആൻഡ് ഇറ്റ് സ്റ്റിൽ റിമെയിൻ അൺആൻസേർഡ്. ഓക്കെ, ഇല്ല ഒരു മിനിറ്റ്. അതായത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഉള്ള പ്രശ്നം അതാണ് ഡ്രഗ് യൂസിലൂടെ ഏറ്റവും പ്രധാനമായിട്ട് നടക്കുന്നത്. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, പെട്ടെന്നുള്ള ഒരു പ്ലഷർ, MDMA ഉപയോഗിക്കുന്നതിലൂടെ, കഞ്ചാവ് ഉപയോഗിക്കുന്നതിലൂടെ പെട്ടെന്നുള്ള ഒരു പ്ലഷർ മാത്രമാണ് കിട്ടുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു ലോങ് ടേം ഹാപ്പിനെസിനെ കുറിച്ചുള്ള ഒരു വേൾഡ് വ്യൂ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ പരിഹാരം. അതല്ലാതെ ജസ്റ്റ് ഒരു ജൂംബ ഡാൻസ് കളിച്ചത് കൊണ്ടോ. ശരി ഡോക്ടർ അബ്ദുള്ള ബാസി, ഓക്കെ, നമുക്ക് ഇനി വീണ്ടും ഒരുപക്ഷെ ഈ വിഷയം ഇനി ചർച്ച ചെയ്യേണ്ടി വന്നേക്കാം. ഏതായാലും പെട്ടെന്നുള്ള പ്ലഷർ എന്നത് ഈ ലഹരിയിലേക്കുള്ള കാരണമാകുമ്പോൾ തന്നെ അതിന്റെ പിന്നിലുള്ള കാര്യകാരണങ്ങൾ എന്താണെന്ന് പരിശോധിക്കപ്പെടുമ്പോഴാണ് മാനസിക സമ്മർദ്ദം അടക്കം ജീവിതത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകാനുള്ള, ഒളിച്ചോടാനുള്ള പ്രവണത ചെറുപ്പക്കാരിൽ കൂടി വരുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഏതായാലും അതിനുള്ള പ്രതിവിധി സൂംബ ഡാൻസ് ആണോ? സൂംബ ഡാൻസ് എല്ലാവരും നിർബന്ധപൂർവ്വം അത് കളിക്കേണ്ടതാണോ? അത് അങ്ങനെ ഒരു നിർബന്ധിതമായ വിഷയമായി സ്കൂളുകളിൽ കൊണ്ടുവരേണ്ടതാണോ എന്ന കാര്യങ്ങളിലൊക്കെ ജനാധിപത്യ ചർച്ചകൾ നടക്കട്ടെ. സൂംബയ്ക്കെതിരെ നടക്കുന്ന അല്ലെങ്കിൽ സൂംബയ്ക്കെതിരെ ഉയർത്തപ്പെടുന്ന വാദങ്ങൾ അത് തീർത്തും ശാസ്ത്രീയവും യുക്തിഭദ്രവുമായ ഒന്നായി സമൂഹം ചർച്ച ചെയ്യട്ടെ. ഈ വിഷയത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ന്യൂസ് ഈവനിംഗ് ഇവിടെ പൂർത്തിയാകുന്നു.